മാത്രമാണ് ഒരാളിൻ്റെ മികവിൻ്റെ മാനദണ്ഡമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ പല പ്രതിഭകളെയും നമുക്ക് നഷ്ടപ്പെടും. നല്ല പന്ത് കളിക്കാരെ നഷ്ടപ്പെടും, നല്ല ക്രിക്കറ്റർമാരെ നഷ്ടപ്പെടും, നല്ല അത്ലറ്റിക്സിനെ നഷ്ടപ്പെടും. ഇതുപോലെ മാർഷൽ ആർട്സിലും അല്ലെങ്കിൽ ആയുധ കളിയിലുമൊക്കെ മികവ് പുലർത്താൻ കഴിയുന്ന വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാരെ നമുക്ക് നഷ്ടപ്പെടും. മാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്, പക്ഷെ അത് തുടർ പഠനത്തിന് വേണ്ടുന്ന ഒരു ചവിട്ടുപടിയാണ്. അത് മാത്രമാണ് ജീവിതത്തിലെ വിജയത്തിന്റെ മാനദണ്ഡം എന്ന് അർത്ഥമില്ല. ജീവിതത്തിൽ മറ്റു മേഖലകളിലേക്ക് കടന്നു വരുമ്പോഴാണ് ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പഠനത്തെ പോലെ തന്നെ പഠിക്കുക എന്ന് പറയുന്നതിനെ പോലെ തന്നെ അത്ര എളുപ്പമല്ല പുറത്തേക്ക് ഇറങ്ങി മറ്റ് ജീവിതത്തിന്റെ മറ്റ് പ്രതിസന്ധികളോട് പടപെട്ടുന്ന സമയത്ത് ഉണ്ടാവുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ പഠിക്കാൻ പോകുന്ന സമയത്ത് എല്ലാ സ്ഥലങ്ങളിലും സംസാരിക്കുമ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പഠനത്തോടൊപ്പം തന്നെ ചെറിയ വരുമാനം കൂടി കണ്ടെത്താനുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളതാണ്. ഒരു കാലം കഴിഞ്ഞ് പഠനത്തിന് ശേഷം സർക്കാർ ഒരു ജോലി നൽകുമെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ജോലി നൽകുമെന്നോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു ശ്രേണിയിൽ ഒരു ഒട്ടേറെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ കീഴിൽ ഒരു ജോലിക്കാരനെ പ്രവർത്തിച്ചാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി പാടില്ല. ഓരോരുത്തരും ഓരോ സംരംഭം തുടങ്ങാൻ കഴിയുന്ന രീതിയിലേക്ക് അവരുടെ അറിവും അവരുടെ കഴിവും അവരുടെ വ്യക്തിത്വവും ഒക്കെ വികസിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കുക. മാത്രമല്ല നാടിന് മുന്നോട്ട് പോകാൻ കഴിയുക അങ്ങനെ മാത്രമാണ്. കാരണം ഇന്ത്യ പോലൊരു രാജ്യത്തിന്റെ പ്രത്യേകത വലിയ പോപ്പുലേഷനാണ്. ഈ പോപ്പുലേഷനുള്ള മുഴുവൻ ആളുകൾക്ക് ജോലി കൊടുക്കാൻ സർക്കാരിനെ കൊണ്ട് സാധിക്കില്ല. അപ്പൊ സർക്കാരിന് ഫെസിലിറ്റേറ്റർ ആകാനേ സാധിക്കും. സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാം, മറ്റാളുകൾ വന്ന് ബിസിനസ് ചെയ്ത് അവർക്ക് തൊഴിലവസരം സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഈ തൊഴിലവസരം മുഴുവൻ സൃഷ്ടിക്കണമെങ്കിൽ എവിടെയെങ്കിലും ജോലി കിട്ടും എന്ന് കണക്കാക്കി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. എവിടെയെങ്കിലും പഠിച്ച് ജോലി നേടി മുന്നോട്ട് പോവുക എന്നതിനപ്പുറത്തേക്ക് എങ്ങനെയെങ്കിലും പഠിക്കുക എന്നതിനപ്പുറത്തേക്കൊക്കെ കാര്യങ്ങൾ പഠിച്ച് അതിനുള്ള കൃത്യമായ അവകാശം നേടിയെടുത്ത് അറിവ് നേടിയെടുത്ത് 10 പേർക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന ഒരു സംരംഭം തുടങ്ങാൻ സാധിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ പുതിയ തലമുറ ചിന്തകൾ മാറ്റിവെച്ചാൽ മാത്രമാണ് നമ്മുടെ നാട് മുന്നോട്ട് പോവുക, വികസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു ഘട്ടം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതിന് കഴിയണമെങ്കിൽ നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ പഠനത്തോടൊപ്പം തൊഴിൽ ചെയ്യാനും പഠനത്തോടൊപ്പം മറ്റു വരുമാനം കണ്ടെത്താനുമുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ മാറണം. നമുക്ക് അങ്ങനെ മുന്നോട്ട് പോയാൽ ഒരു വലിയ കാര്യമുണ്ട്. നമുക്ക് കുറ്റബോധമില്ലാതെ നമുക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കാൻ വേണ്ടി കഴിയും. അതല്ലെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ചെറിയ മടുപ്പ് തോന്നും. ഏത് കാര്യത്തെ സംബന്ധിച്ചാണെങ്കിൽ കൂടി നമുക്കൊരു മടുപ്പ് തോന്നും. വീട്ടിൽ നിന്ന് വാങ്ങുന്ന പണം കൊണ്ടല്ല ഇന്നത്തെ കാലത്ത് വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത്. കാരണം ഇന്നത്തെ കാലം ഒരുപാട് മാറി, ഒരുപാട് ടെക്നോളജീസ് വന്നു, ഒരുപാട് സമൂഹ മാധ്യമങ്ങളിലെ സാധ്യതകൾ വന്നു. ക്രിയേറ്റീവായി ചെയ്യാൻ കഴിയുന്ന എല്ലാവർക്കും വരുമാനം കിട്ടുന്ന ഒരു കാലം കൂടിയാണ് ഇന്നത്തേത്. മാത്രമല്ല പണ്ടുള്ളതിൽ വ്യത്യസ്തമായി പാർട്ട് ടൈം ജോബുകൾ പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കടന്നു വരുന്ന വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയൊക്കെ ഇന്ന് എല്ലാ സ്ഥാപനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഞാൻ ഹർഷൽ അങ്ങനെ പഠിച്ചു വന്ന ആളായതുകൊണ്ട് കൂടിയാണ് അതിനെപ്പറ്റി കൂടി പറഞ്ഞത്. ഞാൻ പോളിടെക്നിക്കിൽ പഠിക്കുന്ന സമയത്ത് എന്റെ പഠനവും അതുപോലെയൊക്കെ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഞാൻ തിങ്കൾ മുതൽ വെള്ളി വരെ ക്ലാസ് 4 മണിക്ക് കഴിഞ്ഞാൽ തൊട്ടടുത്ത ഒരു ഫർണിച്ചർ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പിൽ 3:30 മണി വരെ ജോലി ചെയ്യുകയും അതിനുശേഷം റൂമിൽ വന്ന് കിടന്നുറങ്ങി രാവിലെ 8 മണിക്ക് ഏറ്റവും ആദ്യത്തെ കുട്ടി ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് KSU സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി കോളേജിന്റെ ഗേറ്റിൽ പോയി നിൽക്കുകയും ചെയ്യുന്ന ഒരു രീതി എനിക്ക് ആ കാലഘട്ടത്തിലുണ്ട്. അത് കഴിഞ്ഞ് ആ ജോലി കഴിഞ്ഞ് പോകുന്ന സമയത്ത് രണ്ടാമത് ഞാൻ പോകുന്നത് അവിടെ ഒരു ഇന്റർനെറ്റ് കഫേയിലാണ്. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞാൽ 5 മുതൽ 8:30 വരെ ഇന്റർനെറ്റ് കഫേയിൽ ചെന്നിരുന്നാൽ മാസാവസാനം 1500 രൂപ നമുക്ക് ശമ്പളമായി കിട്ടും. ആ 1500 രൂപ മതി അന്ന് കാര്യങ്ങൾ നടക്കാൻ. 2 രൂപയാണ് ഒരു ചായക്കുള്ളൂ. അത്രത്തോളം ഇത് 12 രൂപ കൊടുത്താൽ ഒരു ചായ കിട്ടും. അപ്പോൾ അത്രയും വിലയെ അന്നുള്ളൂ. 1500 രൂപ മാസാവസാനം കിട്ടും. നമുക്ക് 2 കാര്യം നടക്കും. ഒന്ന്, എൻ്റെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ട്, പക്ഷേ എനിക്ക് കമ്പ്യൂട്ടർ പഠിക്കാം, എനിക്ക് ഇന്റർനെറ്റ് സൗജന്യമായിട്ട് ഉപയോഗിക്കാം, അവിടെ ഇരുന്ന് DTP ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം, അവിടെ വരുന്ന ആളുകളുമായിട്ട് ഇടപെടാനും പെരുമാറാനുള്ള അവസരം. 8:30 മണി കഴിഞ്ഞ് തിരിച്ചു വന്നാൽ പെരുമ്പാവൂർ MLA മനോജ് മുത്തയുടെ അന്ന് സെക്യൂരിറ്റി ആയി നിൽക്കുന്ന കോപ്പടി സർവീസ് ആയിരുന്ന ബാങ്ക് ഉണ്ട്. അപ്പോൾ അദ്ദേഹം ലോ കോളേജിൽ പഠിക്കാൻ വേണ്ടി ഇടയ്ക്കൊരു 3 ദിവസം മാത്രം ലോ കോളേജിൽ പോകും, ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ പോകുന്നത് പോലെ. അപ്പോൾ ലോ കോളേജിലേക്ക് പോകുമ്പോൾ ആ 3 ദിവസം ആ ബാങ്കിന്റെ സെക്യൂരിറ്റിയായി രാത്രി ഒരു 10 മണിക്ക് വീണ്ടും കയറി രാവിലെ 8 മണി വരെ വീണ്ടും ആ ബാങ്കിൽ നിന്ന് 8 മണിക്ക് വീണ്ടും കുളിച്ച് കഴിയുക, വീണ്ടും കോളേജിൽ ആദ്യത്തെ കുട്ടി വരുന്നതിന് മുമ്പ് വീണ്ടും അവിടെ പോയി കാത്തു നിൽക്കുന്ന ഒരു രീതിയാണ്. അത് കഴിഞ്ഞ് ആ ജോലി കൂടി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു സൈക്കിൾ ഷോപ്പിൽ ഹോൾസെയിൽ സെയിൽ നടത്തുന്ന ഒരു സൈക്കിൾ ഷോപ്പിൽ 3 മാസക്കാലം വെക്കേഷൻ സമയത്ത് 3 മാസക്കാലം രാവിലെ മുതൽ നിൽക്കുന്നത്. വീക്ഷണം പത്രത്തിന്റെ റിപ്പോർട്ട് എഴുതി കൊടുക്കാൻ അദ്ദേഹത്തിന് ആ സൈക്കിൾ ഷോപ്പിന്റെ ഉടമസ്ഥൻ മുനിസിപ്പൽ ചെയർമാനായിരുന്ന ഷാജി സലീമാണ്. അദ്ദേഹത്തിന്റെ വീക്ഷണം പത്രത്തിന്റെ റിപ്പോർട്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിന് പകരം വാർത്ത എഴുതി കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. പിന്നെ ചിട്ടി വിരിക്കാൻ വേണ്ടി പെരുമ്പാവൂർ മാർക്കറ്റിൽ പോകുന്നത്. അദ്ദേഹത്തിന് ഒരു കുറിയുണ്ട്. അപ്പോൾ ആ കുറി വിരിക്കാൻ വേണ്ടി പെരുമ്പാവൂർ മാർക്കറ്റിൽ പോകും. അതുപോലെ അത് കഴിഞ്ഞ് പിന്നീടും ആലുവയിൽ വരുന്നത് എല്ലാം കഴിയുമ്പോൾ തിങ്കൾ മുതൽ വെള്ളി കഴിഞ്ഞു. ശനിയാഴ്ച രാവിലെ ആലുവയിലെ സൈബർ സോൺ എന്ന് പറയുന്ന ഇന്റർനെറ്റ് കഫേ ഉണ്ട്. ആ ഇന്റർനെറ്റ് കഫേയിൽ ആലുവയിൽ KR ബൈക്കുകളുടെ ഓപ്പോസിറ്റുള്ള ബിൽഡിംഗ്. ആ രാവിലെ ഇന്റർനെറ്റ് കഫേയിൽ വന്ന് രാവിലെ 8:30 മണി മുതൽ 9 മണി മുതൽ വൈകുന്നേരം 8 മണി ക്ലോസ് ചെയ്യുന്നവരെയുള്ള സമയം അവിടെ നിൽക്കും. രാവിലെ ബസ് കയറി വീട്ടിലേക്ക് വരും, നാളേക്ക്
ഞായറാഴ്ച രാവിലെ വീണ്ടും പോകും. 9 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ അവിടെ നിൽക്കും. 8 മണിക്ക് ശേഷം ബസ് കയറി പെരുമ്പാവൂർ പോകും. പെരുമ്പാവൂർ പോയി കഴിഞ്ഞാൽ പെരുമ്പാവൂരിൽ നിന്ന് ഇറങ്ങി നേരെ വീണ്ടും ഈ ബാങ്കിലേക്ക് പോകും. ബാങ്കിൽ നിന്ന് ഇറങ്ങി രാവിലെ 8 മണിക്ക് വീണ്ടും കോളേജിൽ പോയി നിൽക്കും. ഒരു സമയത്ത് പോലും ഞാനിങ്ങനെ ഈ നടക്കുന്ന സമയത്ത് സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ എനിക്കൊരു സമയത്ത് പോലും കുറ്റബോധം തോന്നിയില്ല. KSU പ്രവർത്തനത്തിന്റെ ഭാഗമായി ക്ലാസ് കട്ട് ചെയ്ത് നടക്കുന്ന സമയത്ത് എനിക്കൊരു കുറ്റബോധം തോന്നിയില്ല. കാരണം ഞാൻ ഈ പഠനത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ കണ്ടെത്തുന്നത് എൻ്റെ സ്വന്തം അധ്വാനത്തിന്റെ ഭാഗമായിട്ടുള്ള പണം കൊണ്ടാണ് എന്നുള്ളത് കൊണ്ട് എനിക്ക് ആ പ്രവർത്തനം നന്നായി നടത്താൻ കഴിഞ്ഞു. ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞു. പരീക്ഷയ്ക്ക് കുറെ കഴിഞ്ഞപ്പോഴേക്കാണ് പിന്നെ ഒരല്പം കഴിഞ്ഞിട്ടാണ് പാസ്സാകുന്നതെങ്കിൽ കൂടി അന്ന് ഞങ്ങൾ ജോലി ചോദിച്ച് പെരുമ്പാവൂർ മാർക്കറ്റിൽ ഞങ്ങളുടെ ഫോൺ നമ്പറുള്ള ഒരു കാർഡടിച്ച് ക്ലാസ്സിൽ പഠിക്കുന്ന 6-7 വിദ്യാർത്ഥികൾ ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ കടകളിലും സ്ഥാപനങ്ങളിലും കയറി ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ കൊടുത്തുകൊണ്ട് പോകുന്നു. ഒരു 2 ദിവസം മുഴുവൻ പെരുമ്പാവൂർ ടൗണിൽ കോൺടാക്ട് നമ്പർ കൊടുത്തു പോകുന്നിട്ടാണ് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ചില സ്ഥാപനങ്ങളിൽ തിരിച്ചു വിളിക്കുന്നത്. എത്ര സമയം നിൽക്കും, എത്ര രൂപ വേണം, അത് എത്ര രൂപ പറഞ്ഞാലും നമ്മൾ പോകാൻ തയ്യാറാണ്. കാരണം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടന്നു കിട്ടിയാൽ മാത്രം മതി. ഞാൻ പറയും അന്ന് അങ്ങനെ പോയപ്പോൾ ഞങ്ങൾ ആകെ 5-6 സ്ഥാപനങ്ങൾ വിളിച്ചു. ഞങ്ങൾ 100 കണക്കിന് സ്ഥാപനങ്ങളിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ സ്ഥിതി അങ്ങനെയല്ല. ഇന്ന് സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇപ്പോഴേ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പാർട്ട് ടൈം ജോബുകൾ ചെയ്യാനുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അവർക്ക് വളരെ ഊർജ്ജസ്വലതയോടുകൂടി നിൽക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക്, ചെറുപ്പക്കാരെ കിട്ടിയാൽ അവർക്ക് കാര്യങ്ങൾ അറിയാമെങ്കിൽ ഇന്നത്തെ കാലത്ത് സമൂഹം അതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നന്നായി അറിയുന്ന വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കാണെന്നുള്ളത് കൊണ്ട് തന്നെ അവർ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിന്റെ കൂടി ഒരു സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം തൊഴിലെടുക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അത്